ഇന്ന് നിഫ്റ്റി റെഡിൽ ഗ്രീനിലാണ്. പക്ഷെ കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് അമേരിക്കയിൽ നിന്ന് തുടങ്ങാം. അവിടുത്തെ ബോണ്ട് ഈൽഡ് 5 ഏകദേശം എത്തുന്നു എന്നുള്ളതാണ് അറിയുന്നത്. സാധാരണ 4.5 എത്തുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മിറ്റിഗേഷൻ അതിനുള്ള ഒരു പ്ലാൻ ഇടുന്നതാണ്. അങ്ങനെ ബോണ്ട് ഈൽഡ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഫ്ലേഷൻ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും. അത് കൂടുന്നതനുസരിച്ചിട്ട് ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പൈസ US പോകും. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തെമ്പാടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകാനാണ് സാധ്യത. എന്ന് തന്നെയുമല്ല, നമ്മുടെ പെട്രോളിയത്തിന്റെ വില കൂടി നിൽക്കുന്നത് കൊണ്ട് ഇൻഫ്ലേഷനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്താലും ഇല്ലെങ്കിലും ഇൻഫ്ലേഷൻ അത് ഇന്ത്യയിൽ വരും. അവിടെ വരുമ്പോൾ RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും, നമ്മുടെ ഗ്രോത്ത് കുറയും. പക്ഷെ ഈ കാര്യങ്ങൾ നടക്കുമ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇൻഫ്ലേഷൻ കൂടുന്നുണ്ടെങ്കിലും കൺസംഷൻ റേറ്റ് കൂടുന്നത് കൂടുതലും ഗ്രാമങ്ങളിലാണ് ഇന്ത്യയിൽ. അത് ഗ്രോത്തും കൂടുന്ന റേറ്റ് ഗ്രാമങ്ങളിലാണ്. പക്ഷെ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നഗരത്തിൽ തന്നെയാണ് കൂടുതൽ. അതായത് ഗ്രാമവും പട്ടണവും തമ്മിലുള്ള അന്തരം കുറയുകയാണെന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം നമ്മുടെ ഗ്രോത്തും അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റും സ്റ്റഡിയാണ്, ഡിപ്പെൻഡബിൾ ആണ് എന്നുള്ളതാണ്. ലോങ് ടേമിൽ അത് നമ്മളിലേക്ക് ഒരു വിശ്വാസപരമായ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണമെന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞ് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എൻ്റെ അഭിപ്രായമാണ്. എന്താണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഒരു സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ കൊണ്ട് മാത്രം ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീക്കെൻഡിൽ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം.